നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള ടിപ്സ് ട്രിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ച് റീൽസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളതൊന്നും കണ്ടിട്ടില്ല വെച്ചാൽ കാണുക. ഞാൻ ലാസ്റ്റ് ഡേ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ്, റീലല്ല, പോസ്റ്റ് ഉണ്ടായിരുന്നു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്. ആ വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ വ്യൂസേ ഇല്ല. എന്താ കാര്യം വെച്ചാൽ അതൊന്നുമല്ല ആളുകൾക്ക് ആവശ്യം. അവൾക്ക് പണം, അതുമായിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെയാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണത്തേക്കാൾ വലുതായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മളെ പണം ആകർഷിക്കുന്നതൊക്കെ. ദേഷ്യം കൺട്രോൾ ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും പണത്തെ ആകർഷിക്കാൻ സാധിക്കില്ല. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റിലാവാതെ ഒരു വഴക്കിനും പോകാതെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വളരെ കൂളാക്കി വെച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്ക് പണം ആകർഷിക്കപ്പെടുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഓരോരോ വീഡിയോസിലും ഉണ്ട്. നിങ്ങൾ ചിലതൊക്കെയെങ്കിലുമൊക്കെ കാണുക, അതൊക്കെ അനുസരിച്ച് ലൈഫ് മാറ്റുക, എന്നിട്ട് നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് ധനം ആകർഷിക്കപ്പെടും എന്നതിൽ സംശയമൊന്നുമില്ല. ഇനി അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഇടയ്ക്ക് 2-3 ദിവസമായിട്ട് ഞാൻ എല്ലാ ദിവസവും റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സാണ്. ഓരോ കാര്യങ്ങൾ, അതൊക്കെ വളരെ എഫക്റ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ടിട്ടില്ല വെച്ചാൽ കാണുക കേട്ടോ. റീൽസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ കുഞ്ഞു ടിപ്സ് ഉണ്ട്. അതൊന്നും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം പെട്ടെന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും ലോൺസ് ഉണ്ട്. ഏതൊരു കാര്യത്തിനും നമുക്കിപ്പോൾ ലോൺ എടുക്കേണ്ട ഒരു ഇതാണ്. സാധാരണക്കാർക്കൊക്കെ ലോൺ എടുക്കേണ്ടി വരും. നമ്മൾ സേവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ അത് നടക്കാണ്ട് വരികയോ അല്ലെങ്കിൽ വേറൊരു ആവശ്യം വരികയോ ഒക്കെ ചെയ്താൽ ലോൺ എടുക്കേണ്ടി തന്നെ വരും അല്ലേ. അങ്ങനെയൊക്കെ ലോൺ എടുത്തവരോടാണ്, ലോൺ എടുക്കാൻ പോകുന്നവരോടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോണിൽ കുടുങ്ങി കിടക്കുവാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള ടിപ്പാണ് ഞാനിന്ന് പറഞ്ഞിരുന്നത്. എഫക്റ്റ്ഫുള്ളാണ്, ഒരു സംശയമില്ല. നിങ്ങളത് ട്രസ്റ്റിൽ, വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂന്നേ. ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ടിപ്പിൽ പറയണത് എന്താ വെച്ചാൽ, നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ലോണാണെന്ന് വെച്ചാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു സിനമൻ്റെ സ്റ്റിക്ക്, ഒരു കറുവാപ്പട്ടയുടെ ഒരു സ്റ്റിക്ക്, അപ്പോൾ ഇതിപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തന്നെ വേണം കേട്ടോ, ഒടിഞ്ഞതൊന്നും പറ്റില്ല. അതും ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഒരു കർപ്പൂരവും നോർത്ത് ഈസ്റ്റിൽ, അതായത് വടക്ക് കിഴക്ക് മൂലയിൽ വെക്കുക. അതിങ്ങനെ കണ്ടിന്യൂസ്ലി വെച്ചിരിക്കണം. ഒരു ഫ്രൈഡേ വെക്കാനാണ് ഏറ്റവും നല്ലത്. ഫ്രൈഡേ വെക്കാണ്. ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്താൽ മതി. നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് ജസ്റ്റ് കീപ്പ് ചെയ്യുക. ഇനി ഓഫീസിൽ, ബിസിനസ് സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനത്തിലാണ് ഒരു ലോൺ എടുത്തിട്ടുള്ളത്, അത് കൊടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുമാണ് എങ്കിൽ നിങ്ങൾക്ക് കച്ചവട സ്ഥാപനത്തിലും വെക്കാം. ദിക്ക് മാറരുത്, വടക്ക് കിഴക്ക് തന്നെ. എന്താ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു സിനമൻ്റെ സ്റ്റിക്ക്, കറുവാപ്പട്ടയുടെ ഒരു സ്റ്റിക്കും, പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള, ഇതിൽ കാണിച്ച ഇത്രയും വലുതൊന്നും വേണ്ട, എന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു കർപ്പൂരവും വയ്ക്കുക. വളരെ എഫക്റ്റ്ഫുള്ളാണ്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല ഇതിന് മാറ്റം ഉണ്ടാവുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ലോണ് മുടങ്ങാതെ അടക്കാൻ സാധിക്കുകയും അതിനുള്ളൊരു വഴി തെളിഞ്ഞു വരികയും ചെയ്യും. പിന്നെ രണ്ടുണ്ട് ഗുണം, ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ വളരെ വലിയ രീതിയിലുള്ള അനുഗ്രഹം നിങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വരിക തന്നെ ചെയ്യും. അപ്പോൾ പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, നിറച്ച് കടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിമ്പിളായിട്ടുള്ള ടിപ്പ് ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. ഒരു വെള്ളിയാഴ്ച ചെയ്ത് തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്തോളൂ. അത് മാറ്റണ്ട കേട്ടോ. ഒരു 3 months അല്ലെങ്കിൽ അതൊരു മോശമാവുന്നത് വരെ നിങ്ങൾക്കത് കീപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എഫക്റ്റായുള്ള ഒരു കാര്യം പറഞ്ഞു തന്നില്ലേ. അപ്പോൾ എല്ലാവരും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ വേണ്ടിയിട്ടുള്ള, ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.